ആദ്യം ഞാൻ BJP പ്രതിനിധിയിലേക്കാണ്. ശ്രീ ഷാജി രാഘവൻ, പത്തനംതിട്ടയിലെ കേസിൽ നിന്നും തുടങ്ങാമെന്നു. പത്തനംതിട്ടയിൽ 62 പേരാണ് BJPയിൽ നിന്നും യുവമോർച്ചയിൽ നിന്നടക്കമുള്ള 62 പേരാണ് CPM-ലേക്ക് എത്തിയത്. ഇന്നിപ്പോൾ മലയാലപ്പുഴ ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണം കണ്ടല്ലോ. RSS പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന കുട്ടികളാണ്. ആ കുട്ടികൾ ഇപ്പോൾ പരിശുദ്ധരായി കഴിഞ്ഞു. അങ്ങനെ കുട്ടികളെ എടുക്കുന്ന ഒരു സ്ഥലമായി CPM മാറിയിരിക്കുന്നു. നിങ്ങളുടെ അടുത്തായിരുന്ന സമയത്ത് ക്രിമിനലുകളായിരുന്നു. CPM-ലേക്ക് വന്നപ്പോൾ അവർ പരിശുദ്ധരാക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലെ കേസ് കഞ്ചാവ് കേസാണ്. അല്ല, ഇവിടെ മലയാലപ്പുഴ ഏരിയ സെക്രട്ടറി പറഞ്ഞ കാര്യം 62 പേരോളം പാർട്ടി ചേർന്നെന്നാണ്. ആ പരിപാടിക്ക് സാക്ഷ്യം വഹിച്ച മാധ്യമപ്രവർത്തകരുണ്ട്. എൻ്റെ ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങളുടെ ഒരു 3-4 പ്രവർത്തകർ, അവർ BJPക്ക് കാലങ്ങളായി വോട്ട് ചെയ്തിരുന്ന കുറച്ച് പേരൊക്കെയാണ്. അതിലൊരാൾ പാർട്ടിയുടെ ചുമതലയിൽ വന്നിരുന്നു. പക്ഷേ ഏതാണ്ട് 1 വർഷത്തിന് മുമ്പ് തന്നെ പാർട്ടി പെരുമാറ്റ ദൂഷ്യം, സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിലും പാർട്ടി അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിലും പാർട്ടിയിൽ നിന്ന് മുഴുവൻ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുള്ള ഒരാളിൻ്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന 4 പേര് CPM-ൽ ചേർന്നത്. സത്യത്തിൽ ഇത് പത്തനംതിട്ടയെ സംബന്ധിച്ചോളം, പത്തനംതിട്ടയെ അറിയുന്നത്, ഞാൻ പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ടയിൽ ഇന്ന് CPM നേരിടുന്ന വലിയ ആഴത്തിലുള്ളൊരു പ്രതിസന്ധിയുണ്ട്. അത് കേരളത്തിലും പാർട്ടി മൊത്തത്തിൽ നേരിടുന്ന പ്രതിസന്ധിയുടെ ഭാഗമായിട്ടുള്ള പ്രതിസന്ധി തന്നെയാണ്. ആ പ്രതിസന്ധി നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരിക്കലും CPM-ൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കാത്തൊരു വാർത്ത കേരളം കേട്ടു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഒരു ഫോറമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ്. ആ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ 2 സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പരസ്പരം കഴുത്തിന് പിടിച്ചുകൊണ്ടുവന്ന് വളരെ കയ്യാങ്കളിയിലെത്തിയ ഒരു വാർത്ത പുറത്തു വരികയും കേരളം അത് ചർച്ച ചെയ്യുകയും ചെയ്തു. ഇന്നിപ്പോൾ പത്തനംതിട്ടയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് കേരളത്തിൽ പൊതുവെ നമുക്കറിയാം, പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ട CPM ഇടതുപക്ഷ മുന്നണി, അവർ കേരളത്തിലെ ജനങ്ങളോടും പാർട്ടിയിലെ അണികളോടും പറഞ്ഞത് ഞങ്ങൾ മാറ്റത്തിന് തയ്യാറാവുമെന്ന് പറഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ഭാഗത്ത് പറയുന്നു, പാർട്ടി സെക്രട്ടറി പറഞ്ഞു. പക്ഷെ അതിനുശേഷം കേരളത്തിൽ ഓരോ ദിവസവും ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ അവർക്ക് ഒരു തരത്തിലും ഒരു കാലത്തും ഒരു മാറ്റത്തിനും അവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണങ്ങളാണ് ഓരോ ദിവസവും. ശ്രീ ഷാജി രാഘവൻ, ഈ 62 പേർ വരുന്നു എന്നുള്ളത് നിങ്ങളുടെ അടുത്തു നിന്നാണ് 62 പേർ വരുന്നത്. നിങ്ങളുടെ അടുത്തുള്ള ഘട്ടത്തിലാണ് ഈ ശരൺചന്ദ്രൻ കാപ്പ കേസ് പ്രതിയായിട്ടുള്ളത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പല കേസുകളിൽ പ്രതിയായിരുന്നു. 12 കേസുകളിലെ പ്രതിയാണ് ഇയാൾ. അതിലൊന്ന് ആശുപത്രിയിൽ രോഗിയെ കാണാൻ പോയ സ്ത്രീയെ ഉപദ്രവിച്ച അടക്കമുള്ള കേസുകളാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗമായിരുന്ന ഘട്ടത്തിലാണ് ഈ കേസൊക്കെ. തികച്ചും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അദ്ദേഹത്തെ പാർട്ടിയുടെ ചുമതലയിൽ അദ്ദേഹം ഇരുന്നത് 1.5 മാസക്കാലമാണ് ഒരു ചുമതലയിൽ ഇരുന്നത്. ആ സമയത്ത് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യത്തെപ്പറ്റി ബോധ്യപ്പെട്ട പാർട്ടി അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ട് തന്നെ ഇപ്പോൾ 1 വർഷത്തിലേറെയായി. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ കേസുകളൊക്കെ തന്നെ ഉണ്ടാവുന്നത്. പോലീസ് സ്റ്റേഷനിലെ വണ്ടി കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കേസുകൾ അതിനുശേഷമാണ്. താങ്കൾ ഈ സൂചിപ്പിച്ച ആശുപത്രി കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ അതിനുശേഷമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ പൊതു സമൂഹത്തിൽ ഈ തരത്തിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ഒരു രാഷ്ട്രീയ തണൽ ആവശ്യമാണ്. വളരെ കൃത്യമായി BJP ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ അവരെ പാർട്ടിയിൽ നിന്ന് മുഴുവൻ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് തന്നെ പാർട്ടി വളരെ കൃത്യമായി, ജില്ലാ അധ്യക്ഷൻ അത് കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായിട്ട് പത്രമാധ്യമങ്ങളോട്, അതിനെ ആരും ചലഞ്ച് ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ. ഈ പറയുന്ന ആളും ചലഞ്ച് ചെയ്തിട്ടില്ല. ഏതാണ്ട് 1 വർഷത്തിലേറെ കാലമായി പാർട്ടിയുമായി BJPയുമായി ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരാണ് ഈ 3 പേർ എന്ന് പറയുന്നത്. അതിൽ 2 പേരാണ് ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്ന ഭാഗം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ സംഭവിച്ചതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് CPM-ലെ ഉൾപ്പോരുകളാണ്. ഇന്നിപ്പോൾ തന്നെ നമുക്കറിയാം, അവിടെ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ച ആരോഗ്യമന്ത്രി, പ്രതി കരുതുന്നുണ്ടോ? ആരോഗ്യമന്ത്രി മുദ്രാവാക്യം വിളിച്ച്
പാർട്ടിയുടെ ഉള്ളിൽ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ പോലും പറയുന്നത് ഈ മന്ത്രിയെ പാർട്ടി യോഗങ്ങളിൽ മുദ്രാവാക്യം വിളിക്കുന്നവർ കണ്ടിട്ടില്ല. മുഷ്ടി ചുരുട്ടി CPM മുദ്രാവാക്യം വിളിക്കുന്ന ഈ മന്ത്രിയെ പാർട്ടി അണികൾ കണ്ടിട്ടില്ല. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു വിഭാഗം CPM, ഞാൻ വിദ്യാർത്ഥിയായി എന്ന കാലഘട്ടം തൊട്ട് ABPയുടെ പ്രവർത്തകനായിരിക്കുന്ന കാലം തൊട്ട് എനിക്ക് പരിചയമുള്ള ധാരാളം SFIയുടെ പ്രവർത്തകരുണ്ട്. അവരൊക്കെ ഇന്ന് പാർട്ടിയുടെ ചുമതലയിലുണ്ട് പത്തനംതിട്ടയിൽ. അവർക്ക് പോലും ഇത് അംഗീകരിക്കാൻ സാധിക്കും. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ശരി, അവർക്ക് പോലും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കും. ശരി, പത്തനംതിട്ടയിൽ വിഭാഗീയത ഒരു പ്രധാന ഘടകമാണ് എന്നുള്ള കാര്യം ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.